നമ്മളങ്ങനെ നടന്ന് ആഫ്രിക്കൻ ഫുലാനീസിൻ്റെ കീഴിലെത്തിയിരിക്കുകയാണ്. ഫുള്ള് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പശു കേട്ടോ. പശുക്കളോട് ചന്ദ്രനിക്ക് നിൽക്കല് ദിലീപിൻ്റെ അവസ്ഥ എനിക്ക് ഇതാ നോക്കൂ. എല്ലാവരും എന്നെ കണ്ട് പേടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആരും പേടിക്കണ്ട. ലെറ്റ്സ് ഗോ കം ലെറ്റ്സ് ഗോ. അമ്പാടി പയ്യുകൾ മെയ്യും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. ആഫ്രിക്കൻ പശുക്കളാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊക്കോ ബുംറ ബൈ. ഇതാണ് നമ്മുടെ മോട്ടോർ കിയ. താങ്ക് യു. ഗൈസ് ആഫ്രിക്കൻ പശുക്കളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നോക്കൂ, കുമ്പിന് നീളം കണ്ടില്ലേ? പെരിയോനെ റഹ്മാനെ. ഇതാണ് നമ്മുടെ ഫുലാഞ്ച. കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു ഗൈസ്. കൊമ്പിൻ്റെയൊക്കെ നീളം കണ്ടോ? ഇതാണ് പുള്ളിപ്പശു, ആഫ്രിക്കൻ പുള്ളിപ്പശു. കമോൺ. ഇവിടുത്തെ പശുക്കൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് കേട്ടോ. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും താണ്ടെ ഗോക്കളുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ട്. പുള്ളിക്കാനാണ് എൻ്റെ കൺട്രോളർ. ഇത് കൂടാതെ വേറൊരു ഓണറുണ്ട്. അദ്ദേഹമാണ് ഇത്രയും പശുക്കളെ കൺട്രോൾ ചെയ്യുന്നത്. പുള്ളിക്കാനാണ് ഇത്രയും പശുക്കളെ കൺട്രോൾ ചെയ്യുന്ന ആള്. ഹായ് ബ്രോ, ഹായ്, നൈസ്. അപ്പോൾ പശുക്കളൊക്കെ താണ്ടെ പോച്ച കഴിക്കാൻ വേണ്ടി ഫാമിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഫാമല്ല, ഇത് വേറെ ആരുടെ ഒരു പറമ്പാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ പശുക്കളൊക്കെ മേയിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതിന് ശേഷം ഇവരിന്ന് സന്ധ്യയോട് കൂടെ ഒരു വീട്ടിലെത്തിയിരിക്കും. അദ്ദേഹമാണ് നമ്മുടെ ഈ പശുക്കളുടെയൊക്കെ ഓണർ. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഈ പാടൊക്കെ കണ്ടില്ലേ? ഇത് അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെ ഈ പാടുകളൊക്കെ ഇങ്ങനെ കണ്ടില്ലേ? അവരുടെ മുഖത്തെ ആ പാടെന്നൊക്കെ പറഞ്ഞ ചെറുപ്പത്തിൽ അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ചെറുപ്പത്തിൽ ഈ തീ വെച്ച് ഇങ്ങനെ പൊള്ളിച്ച് പിടിക്കുന്ന പാടൊക്കെ ആക്കുന്നത്. അവരുടെ ഒരു ഓരോ വിഭാഗക്കാർ ഓരോ രീതിയിലാണ്. ചില ആൾക്കാർ ഇവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട്, മുഖത്ത് കീറാറുണ്ട്. അവർ ഈ പശുക്കളെയൊക്കെ മേയ്ക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകം ഫുലാനി പീപ്പിൾ എന്നാണ് പറയാറുള്ളത്. അപ്പം അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ലാൻഡ്മാർക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഈ പൊതുവേ ഇവിടെയുള്ള ഗാനക്കാരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ അക്രമാസക്തരാണ്, ഇവർ പെട്ടെന്ന് വയലൻ്റ് ആവുന്ന. പക്ഷേ നമ്മളോടൊന്നും ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വളരെ മാന്യമായിട്ടാണ് നമ്മളോടൊക്കെ ഇടപെട്ടിട്ടുള്ളത്. എങ്കിലും നമ്മൾ അവരോട് അങ്ങനെ വലിയ ടച്ചിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവേ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് വശമായിരിക്കും. ഇവർക്കൊരു പ്രത്യേക തരം ഭാഷയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുലാനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗോക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ആഫ്രിക്കൻ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.